My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So ഇത് ഞാൻ വളരെ അർജൻറ്റായിട്ട് ചെയ്യുന്നൊരു റീഡിംഗ് ആണ് ബിക്കോസ് യു ഹാവ് ടു പേ അറ്റൻഷൻ ടു ദ ബ്ലെസ്സിങ്സ് ഓൺ യുവർ വേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ട്രസ്റ്റ് മൈ വേർഡ്സ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സംഭവിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ പേ അറ്റൻഷൻ. സോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, സന്തോഷമായിട്ടുള്ള കാര്യത്തിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യുക. ചില കാര്യങ്ങൾ ഗൈസ്, ട്രസ്റ്റ് മീ ഗൈസ്, ചില കാര്യങ്ങൾ നിങ്ങൾ വേദനയായിട്ട് വിഷമമായിട്ട് എടുക്കുന്നത് അത് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെങ്കിലോ അല്ലേ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് സംഭവിക്കുന്നതെന്ന് പേടിക്കാതെ എന്തിനായിരിക്കാം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, റൈറ്റ്? മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നേരത്തെ നിങ്ങൾക്കൊരു സൈൻ തന്നിട്ടുണ്ടായിരിക്കുക, ഒരു റെഡ് ഫ്ലാഗ് തന്നിട്ടുണ്ടായിരിക്കുക, നേരത്തെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കുക, നിങ്ങൾ മുന്നോട്ട് അധികം പോയിട്ട് ഒരുപാട് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതൊരു ബ്ലെസ്സിങ് ആണ്, റൈറ്റ്? നിങ്ങളുടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു റൈറ്റ് പാത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? ഇന്ന് നിങ്ങൾക്കൊരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു കാര്യത്തിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിമൈൻഡർ ആണ്. ആരൊക്കെയോ ഇത് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ വളരെ അർജന്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഒരു നിമിഷം പോലും നിങ്ങൾ സ്വയം സംശയിക്കാൻ പാടില്ല, നിങ്ങളുടെ ജീവിതത്തെ സംശയിക്കാൻ പാടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംശയിക്കാൻ പാടില്ല, റൈറ്റ്? നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ മേജർ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളിൽ ആ ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകുന്നുണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ പാനിക്കായി, ഒരുപാട് ധൃതി കാണിച്ച്, ഒരുപാട് ടെൻഷനായി, ആങ്സൈറ്റി കാണിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ അവിടെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ബ്ലെസ്സിങ് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ ബ്ലെസ്സിങ്സ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓരോ ബ്ലെസ്സിങ്സ് നിങ്ങൾ കളക്ട് ചെയ്തു പോകുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു യാത്ര പോവാണ്, നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ല കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റ് തരുന്ന ഓരോ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്? ബിക്കോസ് അതാണ് നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലേക്ക് നടത്തുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേദനയായിട്ട് തോന്നുന്നുണ്ടായിരിക്കണം, പക്ഷെ അത് നിങ്ങൾക്കുള്ള ഒരു ഹിന്റ് ആണ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടേതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്, ഈ ഒരു യാത്രയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. ഈ യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഈ ഇപ്പൊ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു ലെസൺ ആണ്, റൈറ്റ്? സി എക്സാക്ട്ലി ബിഹൈൻഡ് നിങ്ങൾക്ക് ആ ഒരു വേൾഡ് മാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്? സോ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു റൂട്ട് മാപ്പ് ഉണ്ട്. ഓക്കെ, സോ ഈ മൊമെന്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, ഈ ഒരു മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ബ്ലെസ്സിങ് ആയിട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഷോർട്ട് ടേമിലേക്കല്ല നോക്കേണ്ടത്, ഈ ഒരു മൊമെന്റിലുള്ള ഒരു ഹാപ്പിനെസ് അല്ല നിങ്ങൾ നോക്കേണ്ടത്, ഈ ഒരു മൊമെന്റിൽ ഒരു കംഫർട്ട് അല്ല നിങ്ങൾ നോക്കേണ്ടത്. ലോങ് ടേമിലേക്ക് നിങ്ങൾക്കത് എക്സാക്ട്ലി ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടാവുന്നത് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ഒരുപാട് മിറാക്കിൾസ്, ഒരുപാട് എക്സ്പെക്ടേഷൻ, ഒരുപാട് ഹോപ്പ്, ഒരുപാട് ഹാപ്പിനെസ്, ജോയ് ആണ് നിങ്ങളുടെ ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അത് കിട്ടാത്തൊരു സ്ഥലമാണ്, അത് തരാൻ പറ്റാത്ത ആളുകളാണ്, അത് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ that is not your right place, right people, right situation. Move on. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. സി, നിങ്ങൾക്ക് വേണ്ടി കാർഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് വിതൗട്ട് ഷഫ്ലിങ് ഇറ്റ്. സി ഗായ്സ്, സി. സോ ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ നടക്കുന്നത്? ഇതിനു വേണ്ടി ഇതും നിങ്ങളുടെ ലൈഫിന്റെ ഒരു ആഗ്രഹമാണോ?
നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമായിട്ടുള്ള ഒരു ഗ്രേറ്റ് യൂണിയൻ, കണക്ഷൻ, സിറ്റുവേഷൻ, റൈറ്റ്, ഒരു കമ്മിറ്റ്മെന്റ്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ആൻഡ് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒന്നും ഞാനായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഐ ഡോണ്ട് നോ ഫ്രം വേർ ഇറ്റ് ഈസ് കമ്മിങ്, ഹൂ ഈസ് ടെല്ലിംഗ് ദിസ്, യു നീഡ് ടു ലിസൺ ദിസ് കെയർഫുള്ളി. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളൊരു ആഗ്രഹം അത്രയും ആഗ്രഹിച്ച് അത്രയും മനസ്സ് തട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി കുറച്ച് കഴിയുന്ന സമയത്ത് അത് വർക്ക് ആവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടോ നിങ്ങളത് മറന്നുപോയേക്കാം. ബട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന, നിങ്ങളെ ശ്രദ്ധിക്കുന്ന ആ ഒരു പവർ ഒരിക്കലും അത് മറക്കില്ല. സോ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളൊരു കാര്യം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഗോണ ഫൈൻഡ് യു. മാർക്ക് മൈ വേർഡ്. ഓക്കെ, അഡ്മറേഷൻ ഉണ്ടാവുന്നുണ്ട്, കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ലൈക്ക് യൂണിയൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ യൂണിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് വസ്തുക്കളോ സിറ്റുവേഷനോ, നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസോ, നിങ്ങളുടെ ആഗ്രഹങ്ങളോ, നിങ്ങളുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ, ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനോ, ആളുകളോ, എനിത്തിങ്. ഓക്കെ, ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല, ഈ സിറ്റുവേഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് ആണ്. ഈവൻ അത് നിങ്ങൾക്ക് വേദന, വിഷമം, സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ആ ഒരു പെയിൻ നിങ്ങൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ആ ഒരു വേദനയിൽ നിന്നാണ് പല കാര്യങ്ങളും ജനിക്കുന്നത്, അല്ലെ? വേദന ഇല്ലാണ്ട് ഒരു ബർത്തും സംഭവിക്കില്ല, റൈറ്റ്? മാറ്റങ്ങളില്ലാണ്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷനും ഇല്ല ഗൈസ്. സി എൻജോയ് യുവർ പാസ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ മുന്നോട്ട് പോവാ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ യാത്ര എൻജോയ് ചെയ്യുക. യാത്രയിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്യുക, ഓരോ സപ്പോർട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ഓരോ സൈൻ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സൈൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അത് ഈവൻ ക്ലൈമറ്റിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലെ. ഓക്കെ, കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അല്ലെ? പണ്ടുള്ള ആളുകൾ, അല്ലെ? സോ അവർ അതിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്യുക. സോ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ഓരോ ക്ലൈമറ്റ്സും, ഓരോ സിറ്റുവേഷനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും, ഓരോ വസ്തുക്കളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും, നിങ്ങളുടെ ഓരോ ആക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും, ഓരോ ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും എല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് പല സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല, അല്ലെ? പണ്ടുള്ള ആളുകൾ ക്ലൈമറ്റ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ സമയം പോലും അവർ ക്ലോക്ക് ഇല്ലാണ്ടാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെ? സോ നിങ്ങൾ അത്രയും ഒബ്സർവന്റ് ആവേണ്ടതായിട്ടുണ്ട്, അത്രയും നേച്ചറുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്നാണ് നിങ്ങൾക്ക് അത്രയൊരു സൈൻ കിട്ടുന്നത്. എക്സാക്ട്ലി. സോ നിങ്ങളൊരു പ്ലേസ് നിന്ന് മാറ്റുകയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പ്ലേസ് നിന്ന് നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല അവിടെ സിറ്റുവേഷൻ വന്നത്. പെട്ടെന്ന് അവിടുത്തെ ഒരു ക്ലൈമറ്റ്, അവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് മാറുകയാണ്. ആൻഡ് അവിടെ നിന്ന് നിങ്ങൾ മാറേണ്ടി വരികയാണ്. അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ജോബിൽ നിന്ന് മാറേണ്ടി വന്നു, ചില പ്ലേസിൽ നിന്ന് മാറേണ്ടി വന്നു, ചില ആളുകളുടെ ലൈഫിൽ നിന്ന് മാറേണ്ടി വന്നു. അത് യൂണിവേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ യാത്ര തുടരേണ്ടതായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത് വളരെ പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ യാത്ര എൻജോയ് ചെയ്യാം, നിങ്ങളുടെ യാത്ര എൻജോയ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ ആഗ്രഹം ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഫുൾ ഫോമിലും അതിൻ്റെ ഒരു കംപ്ലീഷനോട് കൂടിയിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ യാത്ര നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കംപ്ലീഷനിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ജസ്റ്റിസ് ഗൈസ്. സോ നിങ്ങൾ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന പ്ലേസ് ഉണ്ട്, എത്തേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, എത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്യുന്ന പവറിന് അറിയാം നിങ്ങൾ എവിടെ എത്തേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഈവൻ അത് നിങ്ങൾ മറന്നു പോകുന്ന സമയത്തും. ഓക്കെ, സോ ചില ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റം, സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന മാറ്റം എല്ലാം നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്.
ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചില അഡിക്ഷൻസ് നിങ്ങൾക്ക് ചില ആളുകളോടുള്ള അഡിക്ഷൻസ്, സിറ്റുവേഷനോടുള്ള അഡിക്ഷൻസ്, ഈവൻ നിങ്ങൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന പല അഡിക്ഷൻസും ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു വിഡ്രോവൽ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നമ്മൾ പറയല്ലോ, ഒരുപാട് കോഫി കുടിക്കുന്ന ആള്, ടീ കുടിക്കുന്ന ആള് പെട്ടെന്ന് അത് നിർത്തുന്ന സമയത്ത് അവർക്ക് ആ ഒരു അവരുടെ ശരീരം, മനസ്സ് എല്ലാം അവിടെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ് അല്ലേ. എല്ലാം അതിൻ്റെ ഒരു സ്ട്രഗിൾ കാണിക്കും. അവർക്ക് ആ ഒരു മാറ്റം വേണ്ട, അവർക്ക് ആ ഒരു അഡിക്ഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അവർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും. റൈറ്റ്, സെയിം ലൈക്ക് ദാറ്റ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്ന കാര്യം, അവിടെ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അത്ര പ്രിപ്പയർഡ് ആവുന്നില്ല, നിങ്ങളുടെ മനസ്സും ശരീരവും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നില്ല. ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ അഡിക്ഷൻ കാണിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നുന്ന ആളുകൾ. ഓക്കെ, സോ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നതെങ്കിൽ, ചില ആളുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതോ, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൂ നേച്ചർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നിങ്ങൾ അങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ, എത്ര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, എത്ര കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു പ്ലേസിലൂടെ ഇനിയും നിങ്ങളൊരു 5-10 വർഷം മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ടൈമാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. സോ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തരാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവയർനെസ് ആണ് ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി. യെസ്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ പറ്റി നിങ്ങൾ ഓൾറെഡി ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് മേ ബി നിങ്ങൾ റോങ് പ്ലേസിൽ നിന്നായിരിക്കാം, റോങ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ട്രസ്റ്റ് മീ, യൂണിവേഴ്സിന് അറിയാം നിങ്ങളുടെ ആഗ്രഹം ആർക്ക്, അല്ലെങ്കിൽ ഏത് പ്ലേസ് എന്ന് നിങ്ങൾക്കത് കിട്ടുന്നുള്ളത്, റൈറ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഓൾറെഡി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ ചില ആളുകളിൽ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ക്വാളിറ്റീസ് ആണ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ബട്ട് എല്ലാവരുമായിട്ട് അത് സിങ്ക് ആയിക്കൊള്ളണമെന്നില്ല. ഈവൻ നമുക്ക് എത്ര ഇഷ്ടം തോന്നിയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഈവൻ നമുക്ക് ഓക്കെ ഇതാണ് എൻ്റെ ഒരു റൈറ്റ് പ്ലേസ്, റൈറ്റ് സിറ്റുവേഷൻ, റൈറ്റ് ജോബ് എന്ന് തോന്നുന്ന കാര്യമായിക്കോട്ടെ, മേ ബി ലൈക്ക് നിങ്ങളുടെ ഈ ക്വാളിറ്റി കണക്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഡിസേർവ് ആയിട്ടുള്ള ഒരു പ്ലേസോ, സിറ്റുവേഷനോ, ജോബോ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും വർക്ക് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഗായ്സ്, പ്ലീസ് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് റൈറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, കേപ്പബിൾ ആയിട്ടുള്ള, ആ ഒരു സ്ട്രെങ്ത് ഉള്ള, ആ ഒരു ക്വാളിറ്റി ഉള്ള കാര്യത്തിൽ, ആളുകളിൽ, സിറ്റുവേഷനിൽ, പ്ലേസിൽ നിങ്ങൾ വന്നിരിക്കും. ഫോർ ഷുവർ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആണ്. ഓക്കെ, ആ ഒരു ജസ്റ്റിസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാനായിട്ട് എൻ്റെ എനർജി ആയിട്ട് അലൈൻഡ് ആവാത്ത എല്ലാ കാര്യത്തിൽ നിന്നും, എല്ലാ സ്ഥലത്തിൽ നിന്നും, എല്ലാ ആളുകളിൽ നിന്നും ഞാൻ എൻ്റെ പവർ തിരിച്ചു വിളിക്കുന്നു, എന്നിലേക്ക് തിരിച്ചു വിളിക്കുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം കോളിംഗ് ബാക്ക് ഓൾ മൈ പവർ ഫ്രം എവ്രിതിങ്, എവ്രി പ്ലേസ് ആൻഡ് എവ്രി പീപ്പിൾ that is no longer aligned with me. ഈ അഫർമേഷൻ നിങ്ങൾ കമന്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജേർണൽ എഴുതുന്നത് പോലെയാണ്. നിങ്ങൾ അത്രയൊരു സ്ട്രോങ് ഇന്റൻഷൻ നിങ്ങളുടെ മൈൻഡിൽ കൊടുക്കുകയാണ്, നിങ്ങളത് റീഡ് ചെയ്യാണ്, നിങ്ങളുടെ ബ്രെയിനിന് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാണ്. റൈറ്റ്, സോ കോൾ ഓൾ യുവർ പവർ ബാക്ക്.